ഈസ് സൊസൈറ്റി ഡെഡ് എന്ന ലെസനാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് സമൂഹം മരിച്ചുപോയോ എന്നുള്ളൊരു ചോദ്യത്തോടെയാണ് ടൈറ്റിലുള്ളത്. ഇത് എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് റൈറ്ററായ ആൻഡ്രൂ സലിവനാണ്. അദ്ദേഹം 2005 പബ്ലിഷ് ചെയ്ത ഒരു പേപ്പറിൽ പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ് ഈ സൊസൈറ്റി ഡെഡ് എന്നുള്ളത്. അപ്പോൾ 2005 സ്ഥിതിവിശേഷമാണ് ഇവിടെ പറയുന്നത്. ഏകദേശം ഇപ്പോഴും കുറച്ചും കൂടെ കൂടിയിട്ടേ ഉള്ളൂ ആ ഒരു സ്ഥിതിവിശേഷം എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഐപോഡ് ജനറേഷനെ കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ കാണാൻ പോകുന്നത്. തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ പറയുന്നുണ്ട്, ഈ ഐപോഡ് ജനറേഷനാണ് ഇപ്പോഴത്തെ യുവാക്കളുടെ അൾട്രാ മോഡേൺ പ്രതിനിധികൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഐപോഡ് എന്നാൽ ആപ്പിളിൻ്റെ ഒരു മ്യൂസിക് കളക്ഷനുള്ള ഒരു ഡിവൈസാണ്. അത് നമ്മൾ ഇയർഫോൺ വെച്ച് കേൾക്കുന്നു. ഇക്കൂട്ടരെ ഓത്തർ ഇവിടെ ഈ ലെസണിൽ വിലയിരുത്തുകയാണ്. ഇവരെങ്ങനെ എന്താ ചെയ്യുന്നത്, ഇവരുടേതായ മാത്രമായ ലോകത്തിൽ അവർ ജീവിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഇവർ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. അതുപോലെ മറ്റുള്ളവർ ഈ ഐപോഡ് ജനറേഷനെ എങ്ങനെ കാണുന്നു എന്നൊക്കെയാണ് സലിവൻ ഈ ലെസണിൽ പറയുന്നത്. ആക്ച്വലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. മൊബൈൽ ഫോണും ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അതിൽ നമ്മളുടേതായ ലോകത്ത് നിൽക്കുകയാണ് അല്ലേ. ഇവിടെ ലെസൺ തുടങ്ങുമ്പോൾ റൈറ്റർ ന്യൂയോർക്ക് സിറ്റിയിൽ നിൽക്കുകയാണ്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് അമേരിക്കയിലാണ്. അപ്പോൾ പേജ് 169 എടുക്കുക, ലെസൺ തുടങ്ങാം. I was visiting New York last week and noticed something I had never thought I would say about the city. Yes, nightlife is pretty much dead and I am in no way the first to notice that. But day life, that insane mishmash of yells, chatter, hustle and chutzpah was a little different. It was quieter. പൊതുവേ ന്യൂയോർക്ക് ഒരു ബിസിയായ സിറ്റിയാണ്. പക്ഷേ അദ്ദേഹം വിചാരിച്ചില്ല ന്യൂയോർക്കിലെ നൈറ്റ് ലൈഫ് ശ്മശാന മൂകത പോലെ അല്ലെങ്കിൽ ചത്ത പോലത്തെ ഒരു ആയിരിക്കുമെന്ന്. പക്ഷേ ഡേ ലൈഫ് എങ്കിലും ബഹളം ഉണ്ടാവും എന്നൊക്കെ റൈറ്റർ പ്രതീക്ഷിച്ചു. ഭ്രാന്ത് പിടിപ്പിക്കുന്ന ബഹളങ്ങൾ, കലപില വർത്തമാനങ്ങൾ, തിക്ക് തിരക്ക്, ആളുകൾക്ക് കാണുന്ന അമിതമായ ധൈര്യം, ഇതൊക്കെ അദ്ദേഹം അവിടെ പ്രതീക്ഷിച്ചു. പക്ഷേ നൈറ്റ് ലൈഫിനേക്കാളും ക്വയറ്ററായിരുന്നു, നിശബ്ദത കൂടിയിരുന്നു ഡേ ലൈഫിൽ എന്നാണ് റൈറ്റർ മനസ്സിലാക്കിയത്. Manhattan's downtown is now a Disney-like string of malls, riverside parks and pretty upper-middle-class villages, but there was something else, and as I looked across the throngs on the pavements, I began to see why. മാൻഹാട്ടൻ കാലിഫോർണിയയിലെ ഒരു സിറ്റിയാണ്. അതിൽ ഡൗൺ ടൗൺ അഥവാ നഗരമധ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്നി വേൾഡ് പോലെ മനോഹരമായ നിരനിരയായിട്ട് മോൾസ് ഉണ്ട്, നദിക്കരയിൽ പാർക്സ് ഉണ്ട്, നല്ല രസമുള്ള നാട്ടിൻപുറങ്ങളുണ്ട് അവിടെ. പക്ഷേ ഇവിടെയെല്ലാം ഞാനൊരു കാര്യം കണ്ടു എന്ന് റൈറ്റർ പറയുകയാണ്. പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫുട്പാത്തിൽ നടപ്പാതയിൽ കൂട്ടമായിട്ട് ത്രോങ് ചെയ്ത ആളുകൾ നടക്കുമ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. Next para, there were little white wires were hanging down from their ears or tucked into pockets, purses or jackets. The eyes were a little vacant. Each was in his own or her own musical world, walking to their soundtrack, stars in their own music world, video, were almost oblivious to the world around them. These are the iPod people. ഈ ആളുകളുടെ ചെവിയിൽ വെള്ള വയറുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം. അത് തുടങ്ങിയിട്ട് പോക്കറ്റ്സിലോ പേഴ്സസിലോ ജാക്കറ്റ്സിലോ ടക്ക് അല്ലെങ്കിൽ ഒളിപ്പിച്ച അവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവരുടെ കണ്ണുകൾ വേക്കൻ്റ് അല്ലെങ്കിൽ ശൂന്യമായി ആയിട്ട് ഒരു ജീവനില്ലാത്ത കണ്ണുകളായിട്ട് കാണപ്പെട്ടു. ഓരോരുത്തരും അവരുടേതായ സംഗീത ലോകത്താണ്. ആ താളത്തിനൊത്ത് അവർ നടക്കുന്നു. അവരുടേതായ മ്യൂസിക് വീഡിയോ അവർ ഇമാജിൻ ചെയ്യുന്നു. അവർ അതിലെ നായകനും നായികയും ആവുന്നു. ചുരുക്കം പറഞ്ഞാൽ ദേവ ഒബ്ലീവിയസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ചുറ്റുമുള്ളതിനെ മറന്ന് ഈ ഐപോഡ് ജനറേഷൻ ജീവിക്കുന്നു. Next para, even without the white wires, you can tell who they are. They walk down the street in their own MP3 cocoon, bumping into others, deaf to small social cues, shutting out anyone not in their bubble. നമുക്ക് ഈ വൈറ്റ് വയേഴ്സ് ഒന്നും നമ്മൾ ഫിറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് ഇവരെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവർ വഴിയിൽ നടക്കുമ്പോഴൊക്കെ അവരൊരു സംഗീതത്തിൻ്റെ MP3 കൊക്കൂണിനകത്തായിരിക്കും, കൂട്ടിനകത്തായിരിക്കും. മറ്റുള്ളവരെ അബദ്ധത്തിലൊന്ന് തട്ടിയാൽ പോലും അവർ സാമൂഹിക മര്യാദകളൊന്നും സോഷ്യൽ ക്യൂസ് ഒന്നും അവർ ഫോളോ ചെയ്യത്തില്ല. അവർ എക്സ്ക്യൂസ് മീന്നോ സോറിന്നോ ഒന്നും പറയില്ല. അവരൊരു ബധിരരെ പോലെയാണ് പെരുമാറുന്നത്. അവരുടെ ഈ ബബിളിനകത്ത് ഈ കുമിളയിലെ പെടാത്ത ആളുകളെ അവർ എപ്പോഴും അകറ്റി നിർത്തുകയുള്ളൂ. Next para, every now and again some start unconsciously emitting strange tuneless squawks like badly tuned radio, and their fingers snap or their arms twitch to some strange soundless rhythm.
ഇക്കൂട്ടർ അറിയാതെ തന്നെ പുറത്തേക്ക് സ്ട്രേഞ്ച് ആയിട്ടുള്ള ട്യൂൺലെസ് ക്വാക്സ്, അതായത് വിചിത്രമായ അപശബ്ദങ്ങൾ ഉച്ചത്തിൽ പുറപ്പെടുവിക്കും. അത് ഒരു റേഡിയോനെ നേരെ ട്യൂൺ ചെയ്തില്ലെങ്കിൽ കേൾക്കുന്ന അപശബ്ദം പോലെ ഇരിക്കും. ചിലപ്പോൾ അവരുടെ വിരൽ ഞൊടിച്ച ശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കും വഴിയിൽ കൂടെ പോകുമ്പോൾ. അല്ലെങ്കിൽ അവർ പെട്ടെന്ന് കൈകൾ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന പോലെയൊക്കെ കാണിക്കും. അത് ഒരു ചേഷ്ടയാണ്. അപ്പം ഇതെല്ലാം അവർ കേൾക്കുന്ന മ്യൂസിക്കിൻ്റെ സ്വാധീനത്തിലാണ് അവർ ചെയ്യുന്നത്. അപ്പം കാണുന്നവർ പെട്ടെന്ന് ഇയാൾക്ക് എന്ത് പറ്റിയോ, അല്ല സ്ട്രോക്ക് വന്നോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടിട്ട് ഇയാൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ റെസ്പോൺസ്. അവരൊന്നും മിണ്ടില്ല. ഹായ് എന്ന് ചെന്ന് പറഞ്ഞാൽ പോലും അത് തന്നെയാണ് റെസ്പോൺസ്, ഒന്നും മിണ്ടില്ല. ശരിക്കും വിചിത്രം തന്നെ. ഇത്രയും ആൾക്കൂട്ടത്തിൽ നിന്നും ഈ ഐപോഡുകാർ ഒന്നും കേൾക്കുന്നില്ല എന്നുള്ളത് വിചിത്രമായിട്ടുള്ള കാര്യമാണ് അല്ലേ. എന്നാൽ ഈ ഐപോഡുകാർ ഒരുപാട് കേൾക്കുന്നുണ്ട് താനും, അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക്. ഐ മൈറ്റ് ആസ് വെൽ ഓൺ അപ്പ്, ഐ എം വൺ ഓഫ് ദം. I witness the glazed New York looks through my own glazed pupils, my white wires peeping out of my ears. I joined the cult a few years ago, the sect of the little white box worshippers. അപ്പോൾ ഇവിടെ റൈറ്റർ തന്നെ ഒരു ഐപോഡ് വിക്റ്റിമാണെന്ന് നമുക്ക് അഡ്മിറ്റ് ചെയ്ത് തരികയാണ് അദ്ദേഹം അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് അതെ, ഞാനും ഒരു കുറ്റം ഏറ്റെടുക്കുകയാണ്. ഞാൻ ഈ ഐപോഡ് കൂട്ടത്തിൽ പെടുന്ന ആളാണ്. എൻ്റെ മങ്ങിയ കണ്ണുകൾ കൊണ്ട് ഞാൻ ന്യൂയോർക്കിലുള്ള മറ്റേ ആളുകളുടെ മങ്ങിയ കണ്ണുകൾ കണ്ട ഒരു സാക്ഷിയാണ്. അപ്പോഴെല്ലാം എൻ്റെ ചെവിയിൽ ഈ വൈറ്റ് വയേഴ്സ് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഈ വർഗത്തിൻ്റെ ഒപ്പം 1 വർഷം മുമ്പാണ് ഞാൻ ചേർന്നത്. കുഞ്ഞു വെള്ള ബോക്സിൻ്റെ ആരാധകരായ ഒരു വർഗമായിരുന്നു ഞങ്ങൾ എന്ന് ആൻഡ്രൂ സലിവൻ പറയുകയാണ്. അടുത്ത പാരഗ്രാഫ്. Others began as I did with a Walkman and then a kind of clunky MP3 player. But this sleekness of the iPod won me over. Unlike other models, it gave me my entire music collection to rearrange as I saw fit on the fly in my pocket. What was once an occasional musical diversion became a compulsive obsession. അപ്പോൾ ഇങ്ങനത്തെ അവർ എങ്ങനെയാണ് ഈ മ്യൂസിക്കിനോടൊരു ഒബ്സഷൻ അവർക്ക് തുടങ്ങിയെന്ന് പറയുകയാണ്. ഇപ്പോൾ റൈറ്റർ ആൻഡ്രൂ സലിവൻ വാക്ക്മാൻ വെച്ചിട്ടാണ് ആദ്യം പാട്ട് കേൾക്കാൻ തുടങ്ങിയത്. മറ്റുള്ളവരും അങ്ങനെ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു പഴഞ്ചൻ ഹെവി വെയിറ്റുള്ള ഒരു MP3 പ്ലെയർ ഉപയോഗിച്ച് ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷേ ഈ മെലിഞ്ഞ വളരെ തിന്നായിട്ടുള്ള ഐപോഡാണ് നമ്മുടെ റൈറ്ററിൻ്റെ മനസ്സ് കവർന്നത്. മറ്റേ മോഡൽസ് പോലെ ആയിരുന്നില്ല ഈ ഐപോഡ് അല്ലേ. എനിക്കിഷ്ടമുള്ള മ്യൂസിക് കളക്ഷൻ എനിക്ക് ശരിയെന്ന ഓർഡറിൽ അതെല്ലാം റീഅറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ പുനഃക്രമീകരിച്ചുകൊണ്ട് അദ്ദേഹം കേൾക്കുമായിരുന്നു. അത് പ്ലെയിനിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടാവും. അങ്ങനെ ഒക്കേഷണൽ ഡൈവേർഷൻ മാത്രമായിരുന്ന ഈ മ്യൂസിക് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ഇടവേളയിൽ മാത്രം കേട്ടിരുന്ന സംഗീതം ഇപ്പോൾ കമ്പൽസീവ് ഒബ്സഷനായി മാറിയിരിക്കുന്നു എന്നാണ് റൈറ്റർ പറയുന്നത്. നിർബന്ധ അഭിനിവേശമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് റൈറ്റർ പറയുന്നത്. അപ്പോൾ മക്കൾ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്നുള്ള ഒരു വ്യക്തി നമ്മളുടെ വേ ഓഫ് തിങ്കിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. നമ്മുടെ വേ ഓഫ് തിങ്കിങ് ഈ രീതിയിലങ്ങ് ഒന്നിനോട് അടിമയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ ഒരു പേഴ്സണാലിറ്റി തന്നെ നഷ്ടപ്പെടുന്നു. എല്ലാവരും ഒരു യന്ത്രത്തെ പോലെ അങ്ങ് ജീവിക്കുന്ന അവസ്ഥയിലേക്കാവുന്നു. ഇനി അടുത്ത പാരഗ്രാഫ്. ആൻഡ് ലൈക്ക് ഓൾ അഡിക്റ്റീവ് കൾട്സ് ഇറ്റ്സ് സ്പ്രെഡിങ്. വാക്ക് ത്രൂ എനി എയർപോർട്ട് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദീസ് ഡേയ്സ് ആൻഡ് യു വിൽ സീ person after person gliding through the social ether as if on autopilot. Get on a subway and you are surrounded by a bunch of Stepford commuters staring into mid-space as if anesthetized by technology. Don't ask, don't tell, don't overhear, don't observe. Just tune in and tune out. നമുക്കൊരു അഡിക്റ്റീവായിട്ടുള്ള ഒരു സംസ്കാരം വന്നു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ഒരു അടിമയെ പോലെ അങ്ങ് ഒരു ചിന്താശേഷി നഷ്ടപ്പെട്ട ഒരു കൂട്ടരെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ് ഈ ഒരു പാരഗ്രാഫിൽ കാണുന്നത്. അതായത് എല്ലാ അഡിക്റ്റീവ് കൾസും
അതായത് ആസക്തി നിറഞ്ഞ കൾട്ട് എന്ന് പറഞ്ഞ വർഗം, അത് വർഗം എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെയാണ് ഐപോഡിൽ അഡിക്ഷൻ വന്ന കൂട്ടരും പെരുമാറുന്നത്. ഈ കൂട്ടർ പക്ഷേ ലോകത്ത് പടർന്നു പിടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇവർ ഐപോഡ് മാത്രമല്ല മൊബൈൽ യൂസേഴ്സും പടർന്നു പിടിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അപ്പോൾ റൈറ്റർ പറയുന്നു US-ലെ ഏത് എയർപോർട്ടിൽ നോക്കിയാലും എല്ലാ ആളുകളും ഇങ്ങനെ നല്ല ജീവനോടെ നല്ല എന്താ ഉത്സാഹത്തോടെ നടക്കില്ല, അവരിങ്ങനെ ഗ്ലൈഡ് ചെയ്യണം ആസ് ഇഫ് ഓൺ ഓട്ടോ പൈലറ്റ്. അതായത് ഓട്ടോമാറ്റിക്കലി ഇവരെ പ്രോഗ്രാം ചെയ്ത് വിട്ട പോലെയാണ് ഇവരിങ്ങനെ നീങ്ങുന്നത് തന്നെ. ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് ഇത് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ അപകടം നമ്മൾ കാണാതെ പോവുകയാണ്. അപ്പോൾ ആളുകൾ നടക്കുന്ന ഇപ്പോൾ ടണൽ എന്ന് പറഞ്ഞാൽ സബ്വേ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു കൂട്ടം സ്റ്റെപ്പ്ഫോർഡ് കമ്മ്യൂട്ടേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ് ഈ സ്റ്റെപ്പ്ഫോർഡ് കമ്മ്യൂട്ടേഴ്സ്? അതായത് ഒരുപാട് അങ്ങ് അനുസരണയോടെ ഒരു റോബോട്ടിനെ പോലെ അവർ ഈ പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാം. അവർ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ തുറച്ച് നോക്കി അവരങ്ങ് നടക്കുന്നതേ ഉള്ളൂ. ആരെയും അവർ കാണുന്നില്ല, അറിയുന്നില്ല. അപ്പോൾ സാങ്കേതിക വിദ്യ അവരിൽ ഒരു അനസ്തേഷ്യയുടെ ഒരു എഫക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് ആകെ ഒരു മരവിപ്പാണ്. അവർക്ക് ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. നമ്മൾ അവരോടൊന്നും ചോദിക്കാൻ പാടില്ല, ഈ കൂട്ടരോട് നമ്മൾ പറയാൻ പാടില്ല, നമ്മളോടല്ലാതെ ഒന്നും നമ്മൾ കേൾക്കാൻ പാടില്ല, ഒന്നും അവർ ശ്രദ്ധിക്കുകയില്ല. അവർക്ക് പാട്ടിൻ്റെ ലോകം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ അതിൽ ട്യൂൺ ഇൻ ചെയ്ത് പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കാതിരിക്കുക. പാട്ട് കേൾക്കാതിരിക്കുമ്പോഴും ഈ ചിന്തകൾ തന്നെയായിരിക്കും. ഏത് പാട്ടാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് പാട്ടാണ് എനിക്ക് ഇഷ്ടമല്ലാത്തത്, അത് വേണ്ട എനിക്ക്, മറ്റവൻ പറഞ്ഞ പാട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇത് ഒരു രീതിയിൽ ചിന്തയെ നമ്മൾ ചുരുക്കി കൊണ്ടുവരുന്ന ഒരു അപകടം നിലനിൽക്കുന്നു എന്ന് റൈറ്റർ ഇൻഡയറക്റ്റ്ലി പറയുകയാണ്. So worrying if it weren't part of something even bigger. You get your news from your favorite blogs, the ones that won't challenge your view of the world. You tune into a satellite radio service that also aims directly at a small market for new age fanatics, liberal talk or modern rock. Television is all cable. അപ്പോൾ ഈ യുവാക്കളിൽ കാണുന്ന ഈ ഒരു കാഴ്ചപ്പാട്, അതായത് ഡള്ളായിട്ടുള്ള ഈ ഒരു കാഴ്ചപ്പാട്, ഒരു റോബോട്ട്സിനെ പോലെ അവർ ജീവിക്കുന്ന ഈ ഒരു കാഴ്ചപ്പാട് ജീവിതത്തിലെ അവരുടെ വലിയ കാര്യങ്ങൾ, ഈ മ്യൂസിക് കേൾക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിലെ വേറെയും പല കാര്യങ്ങളിലും ഇത് പ്രതിഫലിക്കുന്നു എന്ന് കാണുമ്പോൾ ആൻഡ്രൂ സലീവന് ശരിക്കും വിഷമം തോന്നുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ന്യൂസ് കേൾക്കാൻ ഇഷ്ടമുണ്ടെന്ന് വെച്ചോ, പക്ഷേ നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോഗിൽ നിന്ന് മാത്രമേ ആ ന്യൂസ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ലോകത്തോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ഒരിക്കലും ആ ബ്ലോഗിലുള്ള കാര്യങ്ങൾ അത് ചോദ്യം ചെയ്യില്ല, അത് ചലഞ്ച് ചെയ്യില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന അതേ ലോകം തന്നെയാണ് ശരി, നമുക്ക് ഈ മ്യൂസിക് കേൾക്കുന്നത് മാത്രമാണ് നമുക്കൊരു സന്തോഷം, അല്ലെങ്കിൽ ഇത് ജീവിതത്തിൽ വേറെ ഒന്നുമില്ല, എൻജോയ് അടിച്ചു പൊളിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും ആ ബ്ലോഗിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു സാറ്റലൈറ്റ് റേഡിയോ സർവീസ് നോക്കിക്കഴിഞ്ഞാൽ, സേവനം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ആ ഒരു ചാനലിലേക്ക് മാത്രമേ നിങ്ങൾ പോവുള്ളൂ. അപ്പോൾ ആ റേഡിയോയിൽ കേൾക്കുള്ളൂ. ആ റേഡിയോയിലെ സർവീസ് ഒരു ചെറിയ മാർക്കറ്റ്, ഒരു ചെറിയ കൂട്ടരെ മാത്രമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അത്ര കൂട്ടർക്ക് എന്തിനോടോ ഒരു ഭ്രാന്തമായ അഭിനിവേശം ഉള്ളവരായിരിക്കും. അത്തരക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചെറിയ റേഡിയോ സർവീസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര ലിബറലായിട്ടുള്ള ചിന്താഗതിക്കാരായിരിക്കും, അല്ലെങ്കിൽ ആധുനിക റോക്ക് മ്യൂസിക്കിൽ തൽപരരായവരെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു റേഡിയോ സർവീസ് ആയിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. എല്ലാം നിങ്ങളുടെ അഭിരുചി, എൻ്റെ ഇഷ്ടം അല്ലേ, എൻ്റെ ഒരു രീതിയാണ് ശരി എന്നുള്ള ഒരു രീതി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുപോകുന്നുള്ളൂ എന്നുള്ള വിഷമം അദ്ദേഹം പങ്കിടുകയാണ്. അതുപോലെ തന്നെ ടെലിവിഷനിൽ പ്രോഗ്രാംസ് എല്ലാം കേബിൾ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാംസും ലഭിക്കുന്നു. യുവർ സെൽഫോൺസ് ക്യാൻ റിസീവ് ഇമെയിൽ ഫീഡ്സ് ഓഫ് യുവർ ഫേവറേറ്റ് ബ്ലോഗേഴ്സ് latest thoughts seconds after he has posted them, or get sports scores for your team. Technology has given us a universe entirely for ourselves. The serendipity of meeting a new stranger, hearing a piece of music we would never choose for ourselves, or an opinion that might force us to change our mind about something, all are effectively banished. അപ്പോൾ ഈ ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പറയുന്നത് എന്താണ്, ഭയങ്കര ഫാസ്റ്റായിട്ട് എല്ലാ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ ഹ്യൂമൻസ് ആക്കാത്ത രീതിയിൽ നമ്മളുടേതായ കുറേ നല്ല ഫീലിങ്സ്, ഒരു കൈൻഡ്നെസ്, കമ്പാഷൻ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ
സപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ ഈ ടെക്നോളജി പോയി കഴിഞ്ഞാൽ അത് അപകടമാണ് അല്ലേ. ഇപ്പോൾ തന്നെ ഇവിടെ പറയുന്ന മൊബൈൽ ഫോൺസിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്ലോഗറിൻ്റെ അവസാനത്തെ പോസ്റ്റ്, അയാൾ ചെയ്ത പോസ്റ്റിലുള്ള ആശയം സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അടുത്ത് എത്തുന്നു. ഇതിപ്പോൾ അയാൾ എന്ത് വിഡ്ഢിത്തം പോസ്റ്റ് ചെയ്താലും അത് നിങ്ങളുടെ ഉള്ളിൽ അടുത്തേക്ക് സെക്കൻഡ്സിനുള്ളിൽ എത്തുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് അല്ലേ. പക്ഷേ അത്രയും ഫാസ്റ്റാണ് ടെക്നോളജി. അത് നല്ല കാര്യം തന്നെ. പക്ഷേ കിട്ടേണ്ടത് ആണോ, നമുക്ക് ആവശ്യമുള്ളതാണോ നമ്മൾ ഈ കിട്ടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് ടീമിൻ്റെ സ്കോർ നമുക്ക് അറിയാം ഈ മൊബൈലിലൂടെ. ഇപ്പോൾ സാങ്കേതിക വിദ്യ നമുക്ക് മാത്രമായിട്ടൊരു പ്രപഞ്ചം മുഴുവൻ തുറന്നു തന്നിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് അവിടെ സ്ഥാനമുണ്ടോ? അതാണ് വലിയൊരു അപകടം നിറഞ്ഞ ഒരു ചോദ്യമാണ്. സാധാരണ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാതെ ഒരു അപരിചിതനെ കാണാൻ സാധ്യതയുണ്ട്. അതാണ് സെറൻഡിപ്പിറ്റി ഓഫ് മീറ്റിംഗ് എ ന്യൂ സ്ട്രേഞ്ചർ. ആ അപരിചിതനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ വിഷമം പിടിക്കുന്ന കാര്യമായിരിക്കാം, ചിലപ്പം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമായിരിക്കും. വിഷമം പിടിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊരു പാഠം പഠിക്കും അല്ലേ. നമ്മൾ അങ്ങനെ വളരണം. ഇപ്പം നേരത്തെ മറ്റേ എസ്തർ ഡൈസൺ പറഞ്ഞ പോലെ യു ഹാവ് ടു ഗ്രോ അപ്പ് എന്നുള്ളതാണ്. നമ്മൾ മനസ്സ് വിശാലമാക്കണം, മെച്യൂർ ആക്കണം. ചില കാര്യങ്ങളെയൊക്കെ നമ്മൾ പരിഹാരമില്ല, അത് നമ്മൾ പോവാതിരിക്കുക, അപകടം പിടിച്ച സൈറ്റിലേക്ക് പോകാതിരിക്കുക എന്നുള്ളൊരു മെച്യൂരിറ്റി നമ്മളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ അപരിചിതരിൽ നിന്ന് നമുക്ക് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഉണ്ടാവും എന്ന് വെച്ചാൽ ലോകത്ത് നമുക്ക് ഒളിച്ചോടാനൊന്നും പറ്റില്ല. നമ്മളത് ഫേസ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് ആൻഡ്രൂ സലിവൻ ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ അപരിചിതരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മുടെ ഓപ്പോസിറ്റൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കാനിടയാവും. അപ്പോൾ എനിക്ക് നല്ല രസകരമായിട്ടുള്ള രീതിയിലായിരിക്കും അവർ തമ്മിൽ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കതൊരു ദോഷമായിട്ടുള്ള, നമ്മളവിടെ ഇരിക്കുന്നത് കൊണ്ട് അവർക്കൊരു ദോഷമോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് അവർക്കൊരു ദോഷമോ ഒന്നും തന്നെ അവിടെ വരുന്നില്ല. എന്നാൽ നമുക്കൊരു അത് കേട്ട് നമ്മൾ നല്ലൊരു തമാശയൊക്കെ ആണെങ്കിൽ നമ്മളത് അന്നത്തെ ദിവസം മൊത്തം കാണുന്നവരോടും ഒക്കെ അത് പറയും, ഞാൻ ഇങ്ങനെ കേട്ടു എന്നും. അപ്പോൾ ആ ഒരു ദിവസം ഒരു നല്ല രസമായിട്ട് നമുക്ക് പോകും അല്ലേ. അപ്പോൾ ഈ ചെവിക്കകത്ത് ഇത് വെച്ചിരുന്നെങ്കിൽ നമ്മളിത് വല്ലതും കേൾക്കുമോ? ഇല്ല. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തായിരിക്കും എവിടെന്നെങ്കിലും ഒരു നല്ല പാട്ട് കേൾക്കുന്നത്. ഈ പാട്ട് നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ ആ പാട്ട് ഒരിക്കലും കേൾക്കില്ലായിരിക്കും. അപ്പോൾ അബദ്ധത്തിന് ആ പാട്ട് നമ്മൾ കേൾക്കുകയാണ്. ഈ ചെവിയിൽ വയർ ഈ ഐപോഡ് വെക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് കൊള്ളാമല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാൻ വഴിയുണ്ട്. പുതിയ നമ്മളെല്ലാം തികഞ്ഞു എന്നുള്ളൊരു ഇതിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോകം ചുരുങ്ങിപ്പോകുമെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് വളരാനുമുണ്ട്. അത് മറ്റുള്ള പുറമേ നിന്ന് നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. ചിലവരൊക്കെ നമ്മളുടെ അടുത്ത് ഓരോന്ന് പറയും, നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അല്ലെങ്കിൽ നീ ഈ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വഴിയുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു വിഷമമൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ പിന്നെ ഫോഴ്സ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ കാര്യം ശരിയാണ്, കുഴപ്പമില്ല, ഞാനതങ്ങോട്ട് മാറ്റാം, ഇച്ചിരി മൊബൈൽ കുറച്ച് കൂടുതലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ അതങ്ങോട്ട് മാറ്റാം. ഫോഴ്സ് അസ് ടു ചേഞ്ച് ആ മൈൻഡ്. അങ്ങനെ മൈൻഡ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നതോടുകൂടി നമ്മൾക്ക് തന്നെയാണ് അത് ഗുണം. അപ്പോൾ ഇങ്ങനത്തെ ഗുണങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. സോ ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കാം കേട്ടോ മക്കളെ. ടെക്നോളജി വന്നതുകൊണ്ട് വാട്ട് ആർ ദ തിങ്സ് ദറ്റ് യു ആർ മിസ്സിങ് ഇൻ ലൈഫ്? ദ സെറൻഡിപ്പിറ്റി ഓഫ് മീറ്റിംഗ് എ ന്യൂ സ്ട്രേഞ്ചർ. ആ ഭാഗങ്ങൾ മൊത്തം അവിടെ ഇഫക്റ്റീവ്ലി ബാനിഷ്ഡ് വരെ നമുക്ക് എഴുതാം. Paragraph. Atomization by little white boxes and cell phones. Society without the social. Others who are chosen, not met at random. Human beings have never lived like this before. Yes, we have always had homes, retreats, or places where we went to relax, unwind, or shut out the world. But we didn't walk around the world like hermit crabs with our isolation surgically attached. വൈറ്റ് വയേഴ്സും സെൽഫോൺസും ഒക്കെ വന്നതോടുകൂടി മനുഷ്യൻ ഇപ്പോൾ അണുവിൻ്റെ ഒരു അവസ്ഥയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. സമൂഹത്തിൽ അവൻ ഇടപെടില്ല. മറ്റുള്ളവർ എന്ന കൂട്ടർ നമ്മൾ അബദ്ധത്തിൽ പോലും നമ്മൾ കണ്ടുമുട്ടുന്നില്ല. മറ്റുള്ളവരെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ റാൻഡമായിട്ട് ഒരാളെ നമ്മൾ പോയി മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എപ്പോഴും ചെവിക്കാത്ത ഈ സാധനമല്ലേ. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കും. മനുഷ്യർ ഇങ്ങനെ ജീവിച്ചിട്ടേ ഇല്ല മുമ്പ് എന്ന് റൈറ്റർ പറയണം. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായ വീടും
വീടുണ്ട്, നമ്മുടേതായ പിന്നെ നമ്മൾ എന്താ വെക്കേഷൻസിനൊക്കെ പോവും, സൊസൈറ്റിയിൽ നിന്ന് ഒളിച്ചോടുന്ന പോലെ നമ്മൾ വെക്കേഷൻ ഹോളിഡേയ്സിനൊക്കെ പോവും, റിട്രീറ്റിനൊക്കെ പോവും അല്ലേ. അതൊക്കെ റിലാക്സേഷനൊക്കെ നമ്മൾ പോവും. അതൊക്കെ ഒന്ന് ഒരു തൽക്കാലത്തേക്ക് ഒരു ഷോർട്ട് പീരീഡിന് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനും നമ്മുടെ ഒന്ന് റിലാക്സേഷന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ലോകത്തെ മാറ്റി കംപ്ലീറ്റായി ഷട്ട് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ് കുറച്ച് നേരത്തേക്ക്. പക്ഷേ ഇന്ന് എല്ലാവരും ഈ ഞണ്ടുകളെപ്പോലെ ഭയങ്കര ഷൈ, ആരുമായിട്ടും സോഷ്യലൈസ് ചെയ്യുന്ന ഞണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷൈ ക്രീച്ചേഴ്സാണ് അല്ലേ. അപ്പോൾ ഈ ഹെർമിറ്റ് ക്രാബ്സ് എന്ന് പറഞ്ഞാൽ സന്യാസികളെപ്പോലെ, സന്യാസികൾക്കൊന്നും ആരുമായിട്ടൊരു ഇൻട്രാക്ഷനും ഇല്ല. അവർ പക്ഷേ സ്പിരിച്വലി ഹൈ ആയിരിക്കും, പവർഫുള്ളായിരിക്കും, നമ്മൾക്ക് അതും ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഞണ്ട് സന്യാസികളെ പോലെയാണെന്നാണ് റൈറ്റർ ഇവിടെ പറയുന്നത്. നമ്മുടെ ഒറ്റപ്പെടൽ, ഐസൊലേഷൻ, നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. നമ്മളോട് അത് സർജിക്കലി അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ തുന്നിച്ചേർത്തിരിക്കുകയാണ് ഈ ഒറ്റപ്പെടുന്ന ആ ഒരു അവസ്ഥ. അടുത്ത പാര, മ്യൂസിക് വാസ് വൺസ് ദ പ്രിസർവ് ഓഫ് ദ ലിവിംഗ് റൂം ഓർ ദ കൺസേർട്ട് ഹാൾ. ഇറ്റ് വാസ് സംടൈംസ് സോളിറ്ററി ബട്ട് ഇറ്റ് വാസ് പ്രൈമർലി എ ഷെയർഡ് എക്സ്പീരിയൻസ്. സംടൈംസ് ദറ്റ് brought people together, but music is as atomized now as living is, and it's secret. That bloke next to you on the bus could be listening to heavy metal or a Gregorian chant. You will never know, and so bit by bit you will never really know him, and by his white wires he is indicating he doesn't really want to know you. പണ്ട് നമ്മൾ വീട്ടിൽ ഒരു മ്യൂസിക് വെച്ചാൽ നമ്മളെല്ലാവരും അറിയും. ഒരാൾ മ്യൂസിക് വയ്ക്കും, നമ്മളെല്ലാവരും അറിയും അല്ലേ. നമ്മളെല്ലാം വീട്ടിലെ ലിവിങ് റൂമിലായിരിക്കും ഈ മ്യൂസിക് വെക്കുന്നത്. പൊതുവേ എല്ലാ ദിവസവും നമ്മൾ ലിവിങ് റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യുന്ന ഒരു മുറി. അതുപോലെ ഗസ്റ്റിനെയും ഒക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുത്താം. അതുപോലെ സംഗീത കച്ചേരിയിലും ഒക്കെയാണ് നമ്മൾ പാട്ട് വെച്ച് കേട്ടിരുന്നത്. അതായത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഒറ്റയ്ക്കൊക്കെ കേൾക്കുമായിരുന്നു, പക്ഷേ മിക്കവാറും മറ്റുള്ളവരുമായിട്ടാണ് നമ്മൾ കേൾക്കാറ്. അപ്പോൾ അത് ചിലപ്പം ആളുകളെ ഒരുമിപ്പിക്കാനും സഹായിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷേ മ്യൂസിക് ഇപ്പോൾ ജീവിതം പോലെ തന്നെ ഒരു അണുവിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു, മനുഷ്യനായ അണുവിലേക്ക്. അത് രഹസ്യമായി കൊണ്ടിരിക്കുകയാണ്. മറ്റേ ആൾ എന്താ കേൾക്കണമെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. ഒരു ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആൾ വല്ല റോക്ക് മ്യൂസിക്കാണോ അതോ ഗാനമാണോ കേൾക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നതുമില്ല. അങ്ങനെ പതുക്കെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ തന്നെ നമ്മൾ അറിയാതെ ആവുന്ന ഒരു അപകടകരമായ അവസ്ഥ ഈ ഐപോഡ് മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ്. വൈറ്റ് വയേഴ്സ് ചെവിയിൽ വയ്ക്കുന്നതിലൂടെ അയാൾ പറയുന്നത് എന്താണ്, അയാൾക്ക് നമ്മളെ ശരിക്കും പറഞ്ഞാൽ അറിയാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഇൻഡയറക്റ്റ്ലി അയാൾ പറയുന്നത്. ഇനി ഈ ഐപോഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ജീവിതത്തിൽ നേട്ടമെന്ന് അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയുകയാണ്. വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ദിസ്? ദ ചാൻസ് ടു സ്ലിപ്പ് അവേ ഫോർ എ വൈൽ ഫ്രം എവറിഡേനെസ്, ടു ഗിവ് യുവർ ലൈഫ്സ് ഇറ്റ്സ് ഓൺ സൗണ്ട് ട്രാക്സ്, ടു സ്റ്റിൽ ദ monotony of the commute, to listen more closely and carefully to music that can lift you up and can keep you going. We become masters of our own interests, more connected to people like us over the internet, more instantly in touch with anything we want, need or think we want and think we need. സോ ഈ ഐപോഡ് ജീവിതം നമുക്ക് എന്ത് തരുന്നു എന്ന് ഇവിടെ കാണാം. ദൈനംദിന ജീവിതത്തിൽ നിന്ന് നമുക്കൊരു താൽക്കാലിക രക്ഷപ്പെടൽ, ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു ശബ്ദങ്ങളുടെ ഒരു പാതയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ അത് സഹായിക്കും. എന്നും ചെയ്യുന്ന ഒരു കമ്മ്യൂട്ട് അല്ലെങ്കിൽ യാത്രയുടെ ഒരു അലസത, മൊണോട്ടണി, ഒരേപോലെയുള്ള ഒരു ദിവസവും ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ ഇതിനെയാണ് നമ്മൾ മൊണോട്ടണസ് എന്ന് പറയുന്നത്. അതിൻ്റെ വിരസത കുറയ്ക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഉന്മേഷം ഉണ്ടാവാനും ജീവിക്കാനും സഹായിക്കും. പിന്നെ നമ്മുടെ താല്പര്യത്തിൻ്റെ മുതലാളിമാർ നമ്മൾ തന്നെയാകുന്നു. ഇൻ്റർനെറ്റിലൂടെ നമ്മളെപ്പോലെയുള്ള ആളുകളുമായിട്ട് മാത്രം നമുക്ക് ബന്ധം പുലർത്താൻ ഇങ്ങനെ ഡിജിറ്റൽ സഹായിക്കുന്നു. എന്തെങ്കിലും നമുക്ക് വേണമെന്ന് തോന്നിയാൽ ഉടനെ അതിൻ്റെ അടുത്തേക്ക് എത്താൻ ഇൻ്റർനെറ്റ് നമുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ജങ്ക് ഫുഡ് വേണം എന്ന് തോന്നിയാൽ ഉടനെ സൊമാറ്റോയിൽ നിങ്ങൾ വിളിക്കുന്നു, അവർ അത് കൊണ്ടുവരുന്നു. ശരിക്കും നമ്മുടെ ശരീരത്തിന് ഈ ഫുഡ് ആവശ്യമാണോ? ഇല്ല. പക്ഷേ നമ്മൾക്കത് തോന്നുകയാണ്, അത് നമുക്ക് വേണം, അത് നമുക്ക് ആവശ്യമാണ്. ആക്ച്വലി നമ്മളെ അറിയുന്നുണ്ടോ? ഇത്രയും ടെക്നോളജിക്കൽ സപ്പോർട്ട് ഉണ്ടായിട്ടും നമുക്ക് ആ ഒരു ഗ്രോത്ത്, മറ്റേ എസ്റ്റഡൈസൻ പറഞ്ഞ പോലെ നമ്മൾ ഗ്രോ അപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഇനി അടുത്ത പാരഗ്രാഫിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഈ ഐപോഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ മിസ് ചെയ്യുന്നു.
But what are we missing? That hilarious shard of an overheard conversation that stays with you all day, the child whose chatter on the pavement takes you back to your earlier memories, bird song, weather, accents, the laughter of the others, and those thoughts that come not by filling your head with selected diversion, but by allowing your mind to wander aimlessly through the regular background noise of human and mechanical life. ഈ ഐപോഡ് ജീവിതം കാരണം നമ്മൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നഷ്ടമാവുന്നുണ്ടോ എന്ന് ആൻഡ്രൂ സലിവൻ ചോദിക്കുകയാണ്. യെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ചെവിയിൽ ഇതില്ലെങ്കിൽ രണ്ട് ആൾക്കാരുടെ ഹിലേറിയസ് അല്ലെങ്കിൽ രസകരമായ സംഭാഷണത്തിൻ്റെ ഒരു ഷാർഡ് അല്ലെങ്കിൽ ഒരറ്റം, ഒരു ബ്രോക്കൺ സംഭാഷണം നമ്മൾ കേട്ടു എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ രസകരമായ ആ സംഭാഷണത്തിൻ്റെ ഒരിത് ദിവസം നീളെ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലേ. നമ്മളത് ആലോചിക്കും, ചിരിക്കും ഒക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു ഗുണം നമുക്ക് നഷ്ടപ്പെടുകയാണ് ഈ ഐപോഡ് വരുന്നതോടെ. ദ ചൈൽഡ് ഹൂസ് ചാറ്റർ, ഒരു കുഞ്ഞിൻ്റെ കലവില വർത്തമാനം നമ്മിൽ ബാല്യകാല സ്മരണയെ ഉണ്ടാക്കും. ഒരു ബേർഡ് സോങ്, അതായത് കിളിപ്പാട്ട്, അന്തരീക്ഷം, ആളുകളുടെ ഉച്ചാരണം, മറ്റുള്ളവരുടെ ചിരി. ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ ചിരി പറയുന്നതൊക്കെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണെന്നൊക്കെ. അപ്പം അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും അങ്ങനെ ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ട് നമുക്കും ഒരു ചിരി വരാൻ തുടങ്ങും അല്ലേ. അപ്പോൾ അത്ര നല്ല രീതിയിൽ ഒരു നല്ല ഗുണങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമുക്ക് തന്നെ അത് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ തിരഞ്ഞെടുത്ത ചിന്തകൾ മാത്രമല്ല നമ്മുടെ തലയിൽ നിറയുന്നത്, നമ്മുടെ മനസ്സിനെ അലയാൻ വിടണം. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യ ജീവിതങ്ങളുടെയും യന്ത്രജീവിതങ്ങളുടെയും ശബ്ദവും നമ്മൾ കേൾക്കണം എന്നാണ് ഇവിടെ ആൻഡ്രൂ സലിവൻ പറയുന്നത്. Stimulation can crowd out the interior mind. Even the boredom that we flee has its uses. We are forced to find our own means to overcome it. ബാഹ്യ ഉത്തേജനം നമ്മിൽ അനാവശ്യമായ ചിന്തകൾ വളരാൻ സഹായിക്കില്ല. നമ്മൾ ബോർഡത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. ഇന്നത്തെ ദിവസം ഭയങ്കര ബോറിംഗ് ആയിരുന്നു, ഇന്നത്തെ ക്ലാസ് ബോറിംഗ് ആയിരുന്നു, ഇപ്പോഴത്തെ ലൈഫ് ബോറിംഗ് ആണ്, ഇങ്ങനെ നമ്മൾ പരാതികൾ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് നമുക്ക്. പക്ഷേ ഈ ബോർഡം നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. നമ്മുടെ മൈൻഡ് വെറുതെ റെസ്റ്റ് ആയിട്ടിരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഇന്നവേറ്റീവ് ആവാൻ പറ്റൂ, ക്രിയേറ്റീവ് ആവാൻ പറ്റൂ അല്ലേ. അപ്പോൾ നമ്മൾ നിർബന്ധിതരാകും എന്തെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കാനായിട്ട്, ഈ ബോർഡം അകറ്റാനായിട്ട്. അതൊക്കെ നമുക്ക് അത്ര കഴിവുള്ളവരാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യാം, പെയിൻറ്റിങ്, ഡ്രോയിങ്, ബാഡ്മിൻ്റൺ കളിക്കാം, നാടൻ കളികളുണ്ട്. അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ളവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു നടത്താൻ പോവാം, ഓടാൻ പോവാം, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. Not so long ago, I was on a trip and realized I had left my iPod behind. Panic, and then something else. I noticed the rhythms of others again, the sound of the airplane, the opinions of the taxi driver, the small social cues that had been obscured before. I noticed how others related to each other, and I felt just a little bit connected again and a little more aware. Try it. There's a world out there and it has a soundtrack of all on its own. അപ്പോൾ ഈ ഐപോഡിന് അഡിക്റ്റ് ആയിട്ടുള്ള ആൻഡ്രൂ സലിവൻ ഒരു യാത്രയിൽ പോയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഐപോഡ് ഇല്ല. ആകെ ഒരു വെപ്രാളായി. പക്ഷേ ഇല്ല, ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, പ്ലെയിനിൽ മിസ്സായിപ്പോവും. പക്ഷേ അതിനുശേഷം വേറെ എന്തോ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചു. എന്താണത്? ഞാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു എന്ന് അദ്ദേഹം പറയുകയാണ്. മറ്റുള്ളവരുടെ താളം, പ്ലെയിനിൻ്റെ ശബ്ദം, ടാക്സി ഡ്രൈവറിൻ്റെ അഭിപ്രായങ്ങൾ, ചെറിയ ചെറിയ സാമൂഹ്യ മര്യാദകൾ, സോഷ്യൽ ക്യൂസ് എന്ന് പറയും. പിന്നെ അതൊക്കെ നമ്മൾ മുൻപ് ഇതെല്ലാം ഒബ്സ്ക്യൂറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ മങ്ങിയ കണ്ണുകളിലൂടെയാണ് ഇതെല്ലാം നോക്കിയിരുന്നത് അല്ലേ. ഇപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അതായത് ഇപ്പോൾ സോഷ്യൽ ക്യൂസ് എന്ന് പറഞ്ഞാൽ ടാക്സിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് സ്മൈൽ ചെയ്യുക, ഒരു നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക. സോ അത്രയും ചെയ്യുന്നത് തന്നെ ഒരു സന്തോഷമായിരിക്കും അദ്ദേഹത്തിന് അല്ലേ, ടാക്സി ഡ്രൈവർക്ക്. സോ ഞാൻ ശ്രദ്ധിച്ചത്, അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചത് എന്തൊക്കെയാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്, എങ്ങനെ മറ്റുള്ളവർ തമ്മിൽ റിലേറ്റ് ചെയ്യുന്നു, ആൾക്കാർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നു, അദ്ദേഹത്തിന് ലോകവുമായിട്ടൊരു സ്ഥാപിച്ച പോലെയാണ് ഈ ഐപോഡ് ഇല്ലാതെ ആയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്.
അദ്ദേഹത്തിന് സ്വയം ഒരു ഇച്ചിരി ബോധമൊക്കെ വെച്ച പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോടും പറയുകയാണ്, നിങ്ങൾ ഐപോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാറ്റി വയ്ക്കുക, നിങ്ങൾക്കും ഇങ്ങനെയൊന്ന് ഐപോഡ് ഇല്ലാതെയൊക്കെ ഒന്ന് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നമുക്ക് പുറത്തൊരു ലോകം, നല്ല വലിയ വിശാലമായ ലോകമുണ്ട്, അതിനും അതിൻ്റേതായ ഒരു സൗണ്ട് ട്രാക്കും ഉണ്ട്, അതിനൊരു താളമുണ്ട്. അത് നമ്മളെ സോഷ്യൽ ആനിമലായ ഈ മനുഷ്യനെ വളരാൻ സഹായിക്കുമെന്ന് അദ്ദേഹം പറയും.